നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ മീൻ കൃഷിക്ക് ആവശ്യമായ ഒരു എയറേറ്റർ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ഹീലിയയുടെ 120 എന്ന് പറയുന്ന ഒരു എയറേറ്ററാണ്. മീൻ കൃഷിക്ക് സാധാരണ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഈ മോഡലാണ്. ഇതിൻ്റെ കൂടെ തന്നെ കണക്ട് ചെയ്യാൻ ചെറിയൊരു പൈപ്പ് വരുന്നുണ്ട്. ഈ പൈപ്പ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറില്ല. ഒരു യൂസർ മാനുവലാണ്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, ഇതിൻ്റെ ഹെഡ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചിട്ട് ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാവരും വായിച്ചു നോക്കുക. ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നൊരു സ്പ്ലിറ്ററാണ് ഈ കാണുന്നത്. വാട്ടർ ലെവൽ നോക്കുന്ന പൈപ്പുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും. 26 കാലുകളാണ് ഇതിന് വരുന്നത്. എയർ ഫ്ലോ റേറ്റ് വരുന്നത് 120 ലിറ്റർ പെർ മിനിറ്റ് ആണ്. കമ്പനിയുടെ തന്നെ 60, 80 മോഡലും ലഭ്യമാണ്. മൈനസ് ടൈപ്പ് പ്ലഗ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നിങ്ങൾക്ക് കട്ട് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു കണക്ടർ വെച്ചിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കോപ്പർ ടൈപ്പ് ബോഡിയാണ് ഈ എയറേറ്ററിൽ വരുന്നത്. 24 മണിക്കൂർ വേണമെങ്കിലും എയറേറ്റർ പ്രവർത്തിക്കാൻ പറ്റുന്നതാണ്. ഞാൻ സ്പ്ലിറ്ററുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു കട്ടി കുറഞ്ഞൊരു പൈപ്പാണ് ഇതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിത് വാങ്ങിക്കുമ്പോൾ കുറച്ച് നല്ല കട്ടിയുള്ള പൈപ്പ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ 1 സെൻറ്റ് വരുന്ന കുളത്തിൽ ഈ ഒരു എയറേറ്റർ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 4000 മീൻ കുഞ്ഞുങ്ങളെയാണ് ഈ കുളത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. മീൻകുളം പുതിയതായി ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താഴത്തെ കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്യുന്നതായിരിക്കും. കുളത്തിലെ വെള്ളത്തിൽ ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലാത്ത സമയങ്ങളിലാണ് മീൻ പൊതുവെ മുകളിൽ പൊങ്ങി നിന്ന് കാണപ്പെടുന്നത്. അത് കഴിവതും നിങ്ങൾ ഒഴിവാക്കുക. ഇൻവെർട്ടറിൽ വേണമെങ്കിലും ഈ എയറേറ്റർ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. 2 മാസം ഈ എയറേറ്റർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടും എനിക്ക് ഏകദേശം ഒരു 400 രൂപ 450 രൂപ അടുത്ത് ബില്ലാണ് ഇതിൽ നിന്ന് വന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു 2.5 മാസമായ മീൻ കുഞ്ഞുങ്ങളാണ്. 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലെങ്കിലും 10% വെള്ളം കളഞ്ഞിട്ട് പുതിയത് നിറയ്ക്കാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ കുളത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എയർ സ്റ്റോൺ ആണ്. നിങ്ങൾ ഈ എയറേറ്റർ ഫിറ്റ് ചെയ്യുമ്പോൾ എയറോക്സി ട്യൂബ് മാക്സിമം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എയറോക്സി ട്യൂബിന് ഒരു 250 രൂപയാണ് മീറ്ററിന്. വെള്ളത്തിലെ ഓക്സിജൻ പെട്ടെന്ന് ഡിസോൾവ് ആവാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഈ കാണുന്നതാണ് എയറോക്സി ട്യൂബ്.